Good morning, students. The next type of spectroscopy is Raman spectroscopy. Raman spectroscopy is the measurement of wavelength and intensity of inelastically scattered light from molecule. So the Raman spectroscopy measures the inelastic scattered light from the molecule. It is used to determine the molecular motion, especially the vibrational one. So the Raman spectroscopy is used to determine the inelastically scattered light from the molecule, and it is used to determine the molecular motion, especially the vibrational one. Raman spectroscopy ആണ് അടുത്ത ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. ഈ രാമൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത് ഇന്നെലാസ്റ്റിക്കലി സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്നെലാസ്റ്റിക് സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഇൻറ്റൻസിറ്റിയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് മോളിക്കുലർ മോഷൻസ്, അതായത് വൈബ്രേഷൻ മോഷൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി മെക്കാനിസം ഓഫ് രാമൻ സ്പെക്ട്രോമീറ്റർ. When a substance is irradiated with a monochromatic light of defined frequency, the light scattered at right angle to the incident light contains lines of one incidence frequency and also of lower frequency. Sometimes the lines of frequency can also be obtained that of the incident beam will be scattered. It is called Raman scattering. These lines with low frequency are called as stock line. Also the line with high frequency are called anti-stock line. The line with the same frequency as that of incident light is called Rayleigh light. So whenever you irradiate a substance with a monochromatic light of defined frequency, some of the lights are scattered at right angle to the incident light, and these scattered light which are scattered at right angle to the incident light sometimes have a higher frequency than the incident beam, and it is known as and will be scattered, and it is known as Raman scattering. The Raman scattering can be of two types: stock Raman and anti-stock Raman. If the line has a lower frequency, it is called stock line, and if it is a higher frequency, it is called anti-stock line. And if it has the same frequency of the incident light, it is called Rayleigh line. രാമൻ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ മെക്കാനിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു സാമ്പിൾ എടുത്തിട്ട് അതിലേക്ക് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചില സാമ്പിൾസ് എന്ത് ചെയ്യും, ലൈറ്റിനെ റൈറ്റ് ആംഗിളിലേക്ക്, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ റൈറ്റ് ആംഗിളിൽ സാമ്പിൾ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ റൈറ്റ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് രാമൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്കാറ്റർ ചെയ്താൽ അതിൻ്റെ രാമൻ സ്കാറ്ററിങ് എന്ന് പറയും. ഇങ്ങനെ വരുന്ന, അതായത് റൈറ്റ് ആംഗിളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് ഫ്രീക്വൻസി കുറവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റോക്ക് ലൈൻ. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആൻറ്റി സ്റ്റോക്ക് ലൈൻ. പിന്നെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റേലിക് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് നമ്മളൊരു സാമ്പിളിലേക്ക് ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് ലൈറ്റ് ചിലപ്പോൾ 90 ഡിഗ്രി ആംഗിളിൽ തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന 90 ഡിഗ്രി ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിന് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ, അത് ഇൻസിഡൻറ്റ് ലൈറ്റിനെക്കാട്ടും ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് രാമൻ സ്പെക്ട്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാമൻ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിന് ഫ്രീക്വൻസി കുറവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റോക്ക് ലൈന്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിന് പറയുന്നതാണ് ആൻറ്റി സ്റ്റോക്ക് ലൈൻ. സെയിം ഫ്രീക്വൻസി, അത് ഇൻസിഡൻറ്റ് ലൈറ്റിന് സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റെയിലിക് ലൈൻ. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ റെയിലിക് ലൈനിന് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. പക്ഷേ സ്റ്റോക്ക് രാമൻ ഫ്രീക്വൻസിക്ക്
ഇൻസിഡൻറ്റ് ലൈറ്റിനെക്കാട്ടും കുറവ് ഫ്രീക്വൻസിയാണ് ഉണ്ടാകുക. ആൻറ്റി സ്റ്റോക്ക് രാമൻ റേസിന് ഇൻസിഡൻറ്റ് ലൈറ്റിനെക്കാട്ടും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, മോണോക്രോമാറ്റിക് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈറ്റ് 90 ഡിഗ്രി ആംഗിളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന 90 ഡിഗ്രി ആംഗിളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ലൈറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി കുറവാണെങ്കിൽ അത് സ്റ്റോക്ക് ലൈൻസ് എന്ന് പറയും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിൻ്റെ നമ്മൾ ആൻറ്റി സ്റ്റോക്ക് ലൈൻ അല്ലെങ്കിൽ ആൻറ്റി സ്റ്റോക്ക് രാമൻ എന്ന് പറയും. പക്ഷേ ആ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഫ്രീക്വൻസിയിലാണ് വരുന്നതെങ്കിൽ, അതേ ഫ്രീക്വൻസി ആണെങ്കിൽ അത് റെയിലിക് ലൈൻ എന്നാണ് പറയുക. So the various observations made by Raman are called the Raman effect, and also the spectrum obtained is called the Raman spectrum. So there are some conditions for Raman spectroscopy. They are, first one, Raman spectra results in a oscillation of dipole moment induced in molecule by oscillating electric field of an incident wave. So whenever Raman spectrum forms, it leads to the oscillation of a dipole moment. Second condition is that the dipole moment is directly proportional to the polarizability of the molecule. Third condition, the anti-isotropic polarizability depends upon the orientation of the molecule, and the presence of an electric field must be there. So the Raman spectrum results in the oscillation of a dipole moment. So a dipole moment, it is the movement of the electrons, and there occurs an oscillation of dipole moment in the case of Raman spectroscopy. And this dipole moment is directly proportional to the polarizability or the charge of the molecule, and this polarizability depends upon the orientation of the molecule, and the presence of the electric field is must. So the Raman instrumentation of Raman spectroscopy. First part is the laser or source of light. Second one is the filter. Third one is the sample holder, and fourth one is the detector. So from the radiation source, it is a block diagram of a Raman scattering system. It consists of a radiation source, a sample holder which is kept in a sample which is kept in a sample holder. There is a monochromator or wavelength selector. There is a detector and recorder. ഇപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിൻ്റെ പാർട്സ് ആണ് പറയുന്നത്. ഒരു റേഡിയേഷൻ സോഴ്സ് അല്ലെങ്കിൽ ലേസർ സോഴ്സ് ഉണ്ടാവും, പിന്നെ സാമ്പിൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ ഹോൾഡർ അല്ലെങ്കിൽ ക്യുവറ്റ് ഉണ്ടാവും, പിന്നെ വേവ് ലെങ്ത് സെലക്ടർ അല്ലെങ്കിൽ മോണോക്രോമാറ്റർ ഉണ്ടാവും, പിന്നെ ഡിറ്റക്ടർ ഉണ്ടാവും, റെക്കോർഡർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു ഡയഗ്രാം. ഇത് പഠിക്കണമെന്നില്ല, ഇത് ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി. First is laser or source of light. Lasers are generally the only source strong enough to scatter a lot of lights and leads to detectable Raman scattering. The lasers operates using the principle of stimulated emission. We use laser light because the lasers are the only source of light that are strong enough to cause Raman scattering, and the laser operates on the principle of stimulated emission. So two types of lasers are used: helium neon laser and ND-YAG system for lasers. ഇപ്പോൾ ലേസർ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട്. ലേസേഴ്സ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലേസേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അത് രാമൻ സ്കാറ്ററിങ് ഉണ്ടാക്കാൻ പറ്റുന്ന ലൈറ്റ്സ് ആണ് ലേസർ ലൈറ്റ് എന്ന് പറയുന്നത്. ലേസർ ലൈറ്റ് ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാക്കാൻ പറ്റും, രാമൻ സ്കാറ്ററിങ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ലേസർ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് എമിഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇപ്പോൾ രണ്ട് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ലേസറിൻ്റെ സോഴ്സായിട്ട്, ഹീലിയം നിയോൺ ലേസറും പിന്നെ ND-YAG സിസ്റ്റവും. നെക്സ്റ്റ് ഇസ് ദി ഫിൽറ്റർ. ഫിൽറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്?
മോണോക്രോമാറ്റിക് റേഡിയേഷനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഫിൽറ്റേഴ്സ് ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ ഓക്സൈഡ് ഗ്ലാസ് ഓർ ക്വാർട്സ് ഗ്ലാസ്. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ മോണോക്രോമാറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒരൊറ്റ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് അല്ലെങ്കിൽ ഒറ്റ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസിനെ മാത്രം സെലക്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നിക്കൽ ഓക്സൈഡ് ഗ്ലാസോ അല്ലെങ്കിൽ ക്വാർട്സ് ഫിൽറ്റേഴ്സാണ്. ക്വാർട്സ് ഗ്ലാസ് ഫിൽറ്റേഴ്സാണ് നമ്മൾ ഈ മോണോക്രോമാറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ സാമ്പിൾ ഹോൾഡർ. So the sample holder used depends upon the intensity of the source, its nature and the availability of the sample. So the study of Raman spectra of gases require sample holders which are generally bigger in size than those for liquids, and the solids are dissolved before subjecting to Raman spectrograph. And any solvents which are suitable for ultraviolet spectra can be used for study of Raman spectra, and water is regarded as a good solvent for the study of inorganic compounds in Raman spectroscopy. So the sample holder, the type of the sample holder used depends upon the intensity of the source, the nature and availability of the sample. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ ഹോൾഡർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ലേസർ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും പിന്നെ നമ്മുടെ സാമ്പിളിൻ്റെ നേച്ചറിൻ്റെ ബേസിലാണ്. അപ്പോൾ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ വലിയ ഹോൾഡേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും ലിക്വിഡിനെ കാട്ടും. പിന്നെ സോളിഡ്സ് ആണെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്ത് ലിക്വിഡ്സ് ആയിട്ട് മാറ്റണം. അപ്പോൾ അൾട്രാവയലറ്റ് സ്പെക്ട്രയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് സോൾവെൻറ്റും നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് സോൾവെൻറ്റ്. നെക്സ്റ്റ് ഡിറ്റക്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ മൾട്ടിപ്ലൈയിങ് ട്യൂബൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ ഡയോഡ് അറേസോ ചാർജ്ഡ് കപ്പിൾസ് ഡിവൈസോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെവറൽ ടൈപ്സ് വേരിയേഷൻസ് ഓഫ് രാമൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. ലൈക്ക് HCRS, അതായത് സർഫസ് എൻഹാൻസ്ഡ് രാമൻ സ്പെക്ട്രോസ്കോപ്പി, റിസണൻസ് രാമൻ സ്പെക്ട്രോസ്കോപ്പി, പിന്നെ സർഫസ് എൻഹാൻസ്ഡ് റിസണൻസ് രാമൻ സ്പെക്ട്രോസ്കോപ്പി, കോഹറൻറ്റ് ആൻറ്റി സ്റ്റോക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി, രാമൻ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, സ്പേഷ്യലി ഓഫ്സെറ്റ് രാമൻ സ്പെക്ട്രോസ്കോപ്പി, സ്പോണ്ടേനിയസ് രാമൻ സ്പെക്ട്രോസ്കോപ്പി, ഒപ്റ്റിക്കൽ ടിഷ്യൂസ് രാമൻ സ്പെക്ട്രോസ്കോപ്പി, പിന്നെ ആംഗിൾ റിസോൾവ്ഡ് രാമൻ സ്പെക്ട്രോസ്കോപ്പി, ഇൻവേഴ്സ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. ഇതിൻ്റെ ഒക്കെ പേര് മാത്രം പഠിച്ചു വെക്കുക. പിന്നെ ആപ്ലിക്കേഷൻ രാമൻ സ്പെക്ട്രോസ്കോപ്പി is used in pharmaceutical and cosmetic industry for the compound distribution in tablets, for uniformly blending the compounds, for the high throughput screening, for founding the powder content and the purity of the powder, for raw material verification, for polymorphic forms, for crystallinity, for identification of contamination, for combinatorial chemistry and in vivo analysis and skin depth profiling. In geology and mineralogy, the Raman spectra is used in the gemstone and mineral identification, fluid inclusion, mineral and phase distribution in rock sections, phase transitions, mineral behavior under extreme conditions, etc. And for this used for the analysis of carbon material, and it's used as in the case of semiconductor. In the case of semiconductor, it is used for the characterization of the intrinsic strain, for the purity analysis of the semiconductor, for the detecting the alloy composition, for contamination identification, for detecting the superlactic structure of the semiconductors, for defect analysis, for heterostructures, for studying the doping effect, for studying the photoluminescence microanalysis. In the life science, it is used for the biocompatibility testing, DNA RNA analysis, drug cell interaction, photodynamic therapy, metabolic accretions, disease diagnosis, single cell analysis, cell sorting, characterization of biomolecules and bone structure. So there are some advantages of Raman spectroscopy over infrared spectroscopy. First of all, in Raman spectroscopy, you can use water as a solvent. And second one, the Raman spectroscopy is useful for biological samples in native state. Third one, all the Raman spectra results from molecular vibrations at higher frequencies. Spectrum is obtained using visible light or NI radiation.
So it is not necessary that you have to use infrared radiation in Raman spectroscopy. You can also use visible light or non-infrared radiations. Next, glass and quartz lens cells and optical fibers can be used. Standard detectors can be used in Raman spectroscopy. And total systemic vibrations are observable in symmetric vibrations are observed in Raman spectroscopy. And it is Raman spectroscopy is simpler and cheaper, and it requires less instrument compared to IR spectra, and it has a lower detection limit than Raman. The IR spectra has lower detection limit than Raman spectroscopy. Background fluorescence can overwhelm Raman spectroscopy, and it is more suitable for the vibrations of bonds with very low polarizability. So thank you.